ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. മിസ് മീ അലീന. വെൽക്കം ടു മൈ ചാനൽ. ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഒന്ന് രണ്ട് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇടുന്നില്ലായിരുന്നു. എനിക്ക് ഒന്ന് കുറച്ച് ലോങ് ആയി തോന്നുന്നു. വീഡിയോസ് ഒന്നും ഇടാത്തതിൻ്റെ കാര്യം ഞാൻ കുറച്ച് ബിസി ആയിരുന്നു. അതുകൊണ്ടാണ്. എന്തായാലും നമുക്ക് ഇന്ന് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് വന്നിരിക്കുന്നത്. പെൺകുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. വേറൊന്നുമല്ല, ഒരു ഐബ്രോ ഫില്ലിങ്ങിനെ കുറിച്ചിട്ടാണ്. ഒരു ഷോർട്ട് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഉടനെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഹാജ് വേൾഡ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാണാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ മാറ്ററിലേക്ക് കിടക്കാം. ഓക്കെ, നമ്മുടെ മാറ്റർ നമ്മുടെ ഐബ്രോ ഫില്ലിംഗ് ആണ്. ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളുണ്ടാവും അല്ലേ. അപ്പോൾ എനിക്ക് താല്പര്യം ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഞാൻ ഐബ്രോ ഫില്ല് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഐബ്രോസിൽ വെറുതെ ഇങ്ങനെ ഇട്ട് കാണിക്കലായിരുന്നു. അപ്പോൾ നോർമലി തന്നെ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കുമായിരുന്നു ഞാൻ ഐബ്രോ നമ്മൾ ത്രെഡ് ചെയ്യുമെന്ന്. സത്യം പറയാമല്ലോ, ഞാൻ ഐബ്രോ ത്രെഡ് ചെയ്യാറില്ല. ഈ ഒരു ഫില്ലിംഗ് ആണ് എൻ്റെ ഐബ്രോ ത്രെഡ് ചെയ്തതുപോലെ ഇരിക്കാൻ എന്നെ സഹായിക്കുന്നത്. അപ്പോൾ ആ ഒരു സീക്രട്ടാണ് ഞാൻ നിങ്ങൾക്കും ഷെയർ ചെയ്യുന്നത്. സീക്രട്ടൊന്നും അല്ല, ഓൾമോസ്റ്റ് മിക്കവർക്കും അറിയാവുന്നതാണ്. മിക്കവരും വീഡിയോസിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്, പല വീഡിയോസിലും പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എനിക്കറിയാവുന്ന രീതിക്ക് ഞാൻ നിങ്ങളിലേക്ക് പ്രസന്റ് ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ ആദ്യം എല്ലാ വീഡിയോസിനും പറയുന്ന പോലെ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മറ്റ് ഫ്രണ്ട്സിലേക്കോ റിലേറ്റീവ്സിലേക്കോ ഒക്കെ നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്ന് നമുക്ക് നേരെ നമ്മുടെ മാറ്ററിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ മാറ്റർ എന്ന് പറയുന്നത് ഐബ്രോ ഫില്ലിംഗ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഒരു ഐബ്രോ ഫില്ലർ എന്ന് പറയുന്നത് ഇത് ഫിറ്റ്മിയുടെ ഐബ്രോ ഫില്ലറാണ്. ഇത് ഭയങ്കര അഫോർഡബിൾ ആയിട്ട് നമുക്ക് കിട്ടും. വാട്ടർ പ്രൂഫാണ് കേട്ടോ. ഭയങ്കര അഫോർഡബിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര അഫോർഡബിൾ ആയിട്ട് നമുക്ക് കിട്ടും. ഒരു 20 രൂപ ആ ഒരു റേറ്റൊക്കെ ഇതിന് വരുന്നുള്ളൂ. അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ എൻ്റെ കയ്യിരിക്കുന്ന ഷെയ്ഡ് എന്ന് പറയുന്നത് നമ്പർ 03 ആണ്. ഇത് ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള ഒരു ബ്രൗൺ കളറാണ്. ഞാൻ ഫസ്റ്റ് ടൈമൊക്കെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു എന്താ പറയുക, ബ്ലാക്ക് കളർ, നല്ല ജെറ്റ് ബ്ലാക്ക് കളറായിരുന്നു. പിന്നെ എനിക്ക് തോന്നി ബ്ലാക്ക് ആയിരിക്കും എനിക്ക് തോന്നി കുഞ്ഞു പിള്ളേർക്ക് പിരുകെഴുതുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഇവിടെയൊക്കെ നല്ല രീതിക്ക് പിരുകെഴുതിയിട്ടുണ്ട് എന്നറിയാൻ പറ്റുമായിരുന്നു. നോർമലി എന്നെ കാണുന്നവർക്കറിയാം എൻ്റെ ഐബ്രോ ത്രെഡ് ചെയ്തതുപോലാണ് ഇരിക്കുന്നത്. വല്ലാഹി സത്യം ഞാൻ പറയാണ്, ഞാൻ ഐബ്രോസ് ഒന്നും ഞാൻ ത്രെഡ് ചെയ്യാറില്ല. ഈ ഒരു ട്രിക്ക് ഞാനത് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് എൻ്റെ ഐബ്രോസ് എപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 4 ഇയറിന് മുമ്പ് ഒറ്റ വട്ടം എൻ്റെ ലൈഫിൽ ഞാൻ ഐബ്രോ ത്രെഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ ചെയ്തിട്ടേ ഇല്ല, സത്യം പറയുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ട്രിക്കൊക്കെ ഒന്ന് കാണാം. ഫസ്റ്റ് തന്നെ ഞാൻ പറയുകയാണ്, എപ്പോഴും നമ്മൾ ഐബ്രോ ഫില്ലർ മീൻസ് ഈ ഒരു ഐബ്രോ ഫില്ല് ചെയ്യുന്ന ഈ ഒരു പെൻസിൽ എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഇതുപോലെ ഒരു ബ്രഷ് ഉള്ളത് എടുക്കാൻ പരമാവധി ശ്രമിക്കുക. കാരണം ഇതാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് യൂസിങ് ഉണ്ട്. ഇപ്പോൾ തന്നെ മാർക്കറ്റിൽ 5 രൂപയ്ക്കും 10 രൂപയ്ക്കൊക്കെ ഐബ്രോസ് കിട്ടും. ഏതാണ് കിട്ടുന്നത്? ബ്ലാക്ക് കളറാണ് കിട്ടുന്നത്. ആ ബ്ലാക്ക് കളർ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചു പിള്ളേർക്ക് പിരികെ എഴുതിയ പോലെ ഇരിക്കും. എൻ്റെ ഇതാണ് ഞാൻ പറയുന്നത്. എനിക്ക് അങ്ങനെ തോന്നിയിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഒരുപാട് തിരക്കിയാണ് ഈ ഒരു ഡാർക്ക് ബ്രൗണിലേക്ക് പോയത്. കണ്ടില്ലേ, ഇത് ഡാർക്ക് ബ്രൗൺ കളറാണ്. ഈ ഒരു കളർ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. ഇതിൻ്റെ തന്നെ ലൈറ്റർ ഷെയ്ഡും അവൈലബിൾ ആണ്. ലൈറ്റർ വാങ്ങിക്കാൻ നിൽക്കരുത്. അത്രയും സ്കിൻ ടോൺ ഭയങ്കര ലൈറ്റർ ആയിട്ടുള്ളവർക്ക്, ഭയങ്കര ഫെയർ ആയിട്ടുള്ളവർക്കാണെങ്കിൽ ചിലപ്പോൾ ലൈറ്റ് ഷെയ്ഡ് ചേരാൻ ചാൻസ് ഉണ്ട്, ഉറപ്പില്ല. കാരണം അത് എനിക്ക് അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് തോന്നിയില്ല. എനിക്ക് കുറച്ച് ഡാർക്കർ ഷെയ്ഡ് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ഡാർക്കാണ് നല്ലത്. കാരണം നമ്മുടെ ഐബ്രോ ഓൾറെഡി തന്നെ ബ്ലാക്ക് ആണ്. അപ്പോൾ ബ്ലാക്കിലേക്ക് ബ്ലാക്ക് ആഡ് ചെയ്യുമ്പോൾ അത്രയ്ക്കൊരു ഇതുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡാർക്ക് ബ്രൗൺ എടുത്തേക്കുന്നത്. അപ്പോൾ ഇനി ഇത് ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മളിനി അടുത്തതിൽ കാണുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് ഷാർപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഞാൻ ഒരുപാട് നാളായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ഫിറ്റ്മിയുടെ തന്നെയാണ് കേട്ടോ. നമുക്കിത് ഓൺലൈൻ, ഞാൻ എൻ്റെ ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. നമുക്ക് ഓൺലൈനൊക്കെ കിട്ടുമായിരിക്കാം. ഓൺലൈനിൽ അല്ലാത്തതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ കോഡും കാര്യങ്ങളൊന്നും ലിങ്ക് ഒന്നും പറഞ്ഞു തരാൻ അറിയില്ല. ഞാൻ ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. ഓൺലൈനിൽ നോക്കും, ഫിറ്റ്മി ഐബ്രോ പെൻസിലെന്ന് അടിച്ചു നോക്കിയാൽ ഡാർക്ക് ബ്രൗൺ എന്ന് നോക്കിയാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷനൊക്കെ ഇനി ഒന്ന് നോക്കാം. നമ്മളിതിൻ്റെ ആപ്ലിക്കേഷൻ നോക്കുകയാണ് കേട്ടോ. ഐബ്രോ ഫില്ല് ചെയ്യുമ്പോൾ ഒരിക്കലും ഈ നടുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞു പിള്ളേരായിട്ട് കാണിക്കുന്ന പോലെ ഇങ്ങനെ ഇട്ട് കാണിക്കരുത്. ഭയങ്കര ബോറാകും. നമ്മളെപ്പോഴും ഐബ്രോ ഫില്ല് ചെയ്യേണ്ടത് ഈ ഒരു താഴെ പാകമില്ലേ, ഈ പാകം 2 സൈഡും ഒന്ന് പോയിന്റ് ചെയ്ത് കൊടുക്കുക. കണ്ടല്ലോ, ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് മുകളിൽ നൈസായിട്ട് വെറുതെ ഈ ഒരു പോയിന്റ്, നമ്മുടെ ഷേപ്പ് ഈ 2 ഭാഗമാണ്, ഈ 2 ഭാഗത്തും നൈസായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനിയാണ് നമ്മൾ ഈ ഒരു ബ്രഷ് കൊണ്ടുള്ള യൂസിങ്. ഈ ബ്രഷ് കൊണ്ട് ഇത് എന്ത് ചെയ്യുക, ഒന്ന് സ്മഡ്ജ് ചെയ്യുക. നമ്മൾ ചിലർ കാജലൊക്കെ യൂസ് ചെയ്തിട്ട് ഒന്ന് സ്മഡ്ജ് ചെയ്യൂലേ, അതുപോലെ 2 സൈഡിലും
അതായത് സ്മഡ്ജ് ചെയ്ത് നമ്മുടെ സെൻറ്ററിൽ നമ്മുടെ ആ ഒരു ഐബ്രോസിലേക്ക് ഫുള്ളാക്കണം. കണ്ടില്ലേ? ഇപ്പം എങ്ങനെയുണ്ട്? കണ്ടോ? കറക്റ്റ് ത്രെഡ് പോലെ തന്നെയുണ്ട്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ നിങ്ങൾ കണ്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്തതാണ് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കായിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, സി യു.